നമസ്കാരം. ഇന്നലെ വാങ്ങിയ കൂരുവാളയുടെ കറി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇടത്തു നിന്നാണ് ഈ വാള വാങ്ങിയത്. ആറ്റുവാളയാണെന്നും പറഞ്ഞാണ് ഞാൻ വാങ്ങിയത്. എന്നിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് ഇത് കൂരുവാളയാണ്, ആറ്റുവാളയല്ല, ഇതിന് ടേസ്റ്റ് ഇല്ലാത്ത സാധനമാണ്. വീട്ടിലിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. സംഭവം ആറ്റുവാളയാണെന്നും പറഞ്ഞ് തന്നെയാണ് ഞാൻ വാങ്ങിയത്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ ഒപ്പീനിയൻ പറയാം. കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടാണ് തോന്നുന്നത്, നല്ല മണം വരുന്നുണ്ട്. ഓക്കെ, എന്നാലും കഴിച്ചിട്ട് പറയാം. നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട്. കണ്ടിട്ട് കൺട്രോൾ പോകുന്നു. അതുപോലെ മണം കിടിലായിട്ടുണ്ട്. എൻ്റെ അത് കപ്പയും മീൻ കറിയായിട്ട് കഴിച്ചു നോക്കണ്ട. ഇച്ചിരിയാണ് ഈ ഗ്രേവിയാണ് ഗ്രേവി. ഒരു മീൻ എനിക്ക് പറഞ്ഞാൽ മതി കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് കഴിക്കാം. ഓക്കെ, അടിപൊളി. ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് സംഭവം ഈ കറി ഉണ്ടാക്കിയ വൈഫാണ്. കറി കൊള്ളാം. മീൻ എങ്ങനെ ഉണ്ടോ? നല്ല പഞ്ഞി പോലെ ഇരിക്കാം, സ്പോഞ്ച് പോലെ ഇരിക്കാം. ചെറിയൊരു എന്തോ ഒരു പ്രതീക്ഷിച്ചൊരു ടേസ്റ്റ് ഇല്ല, കുഴപ്പമില്ല എന്ന് മാത്രം പറയാം. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഷാപ്പിലെയൊക്കെ വീഡിയോ ചെയ്തില്ലേ, വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയും വാള ടേസ്റ്റ് ഇല്ല എന്ന് പറയത്തില്ലേ. ഒറിജിനൽ വാളയല്ല ഇത്, അല്ലാതെ ഈ വളർത്തുന്ന വാളയാണെന്നൊക്കെ പറയത്തില്ല. ആ ഒരു ടേസ്റ്റ് തന്നെ ഇതിന് പോരാ. കറിയമ്പലോ മീനങ്ങോട്ട് വലിയ പോരാ. അബദ്ധം പറ്റിപ്പോയി. കൃത്യമായിട്ട് വാള മേടിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നി ആറ്റുവാളയൊക്കെ മേടിക്കുന്നതും വിൽക്കുന്നതും അതൊക്കെ എവിടെയാണെന്ന് അറിയാവുന്ന ആൾക്കാരും ആറ്റുവാള, ഒറിജിനൽ ആറ്റുവാള കഴിക്കാൻ ഉള്ള കൊതി കൊണ്ട് ഞാൻ പറയാം. ഇതങ്ങനെ പ്രതീക്ഷിച്ചാണ് ഞാൻ ഇന്നലെ വാങ്ങിയത്. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ ഡാമിൽ നിന്നൊക്കെ വളർത്തുന്നത് ചാടിപ്പോയി അങ്ങനെ അവർ പിടിക്കുന്നതാണ്. ആറ്റിക്കൂടെ തന്നെ വന്ന് അവർ പിടിച്ചത് കാരണമാണ് നമ്മൾ ആറ്റുവാള എന്ന് പറഞ്ഞത്. ഈ മീനിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ല. എന്തായാലും ഒറിജിനൽ ആറ്റുവാള എവിടെ കിട്ടുന്നു എന്ന് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം.